എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ നാടുകളിലൊക്കെ ഉള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവം അതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കപ്പെടുമെങ്കിലും നമ്മളൊക്കെ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അത് നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിൽ ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുന്ന ഭാഗവത സപ്താഹ സദസ്സുകളായിരുന്നു. ഇന്നും കേരളത്തിൻ്റെ എത്രയോ ദിക്കുകളിൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും ഭാഗവതം പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ഭാഗവതം എന്ന് പറയുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്നാണ് പ്രമാണം. ഭഗവാൻ തന്നെയാണ് ഭാഗവതം, ഭാഗവതം തന്നെയാണ് ഭഗവാൻ. പല മഹാത്മാക്കളും വ്യാഖ്യാനിക്കാറുണ്ട്, ഭഗവാന്റെ അക്ഷരസ്വരൂപത്തിലുള്ള അവതാരമാണത്രേ ശ്രീമദ് ഭാഗവതം. അങ്ങനെയുള്ള ആ ശ്രീമദ് ഭാഗവതം നമ്മളുടെയൊക്കെ തന്നെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നമ്മളുടെ കൈകളിലേക്ക് വെച്ച് തന്നിട്ടുള്ളത് ലോകാരാധ്യനായിട്ടുള്ള സാക്ഷാൽ ഭഗവാൻ തന്നെയായിട്ടുള്ള ആ സാക്ഷാൽ വേദവ്യാസ മഹർഷിയാണ്. അപ്പം ഇന്നത്തെ ഈ അധ്യായത്തിൽ വേദവ്യാസ മഹർഷിയെക്കുറിച്ചും അദ്ദേഹം നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള സാക്ഷാൽ ശ്രീമദ് ഭാഗവതത്തെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഭാരതത്തിൻ്റെ ഒരു ജ്ഞാന സമ്പത്ത് എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. നമുക്ക് അപൗരുഷങ്ങളായിട്ടുള്ള വേദങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, പുരാണങ്ങളുണ്ട്, ഇതിഹാസങ്ങളുണ്ട്, കാവ്യങ്ങളുണ്ട്, ഇതിൻ്റെയൊക്കെ ഉപപുരാണങ്ങളുണ്ട്. ഇങ്ങനെ ജ്ഞാനസമ്പുഷ്ടമായിട്ടൊരു സംസ്കാരമാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. അതിൽ പുരാണങ്ങൾക്ക് വലിയ സ്ഥാനമാണുള്ളത്. അപൗരുഷങ്ങളായിട്ടുള്ള വേദങ്ങൾ എപ്പോഴും പ്രഭു സംഹിതകളാണെന്നാണ് പറയുക. കുറച്ചൊന്ന് ശാസനാഭാവത്തിൽ സംസാരിക്കുന്ന ഗ്രന്ഥങ്ങളാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് സാധാരണക്കാർക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പരുവത്തിലല്ല വേദങ്ങളുടെ ഭാഷ്യം. അതൊന്നുകൂടെ ലഘൂകരിച്ചിട്ടുള്ളതാണ് ഉപനിഷത്ത്. വേദതത്വം തന്നെയാണ് അതിലും പറയുന്നത്. അതേ ഉപനിഷത്ത് തത്വത്തെ, വേദതത്വത്തെ ഒന്നുകൂടെ ലഘൂകരിച്ച് കഥകളിലൂടെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പുരാണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്ക് 18 പുരാണങ്ങളുണ്ട് നമുക്കറിയാം. ആ 18 പുരാണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പുരാണങ്ങളിൽ ഒന്നാണ് ശ്രീമദ് ഭാഗവതം. കഥ എങ്ങനെയാണ് ഭാഗവതത്തിൻ്റെ പിറവിക്ക് പുറകിലുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം ഈ പുരാണങ്ങളുടെ രചനയൊക്കെ കഴിഞ്ഞ സമയത്ത് ശ്രീമദ് ഭാഗവതം എഴുതിയിട്ടില്ല. ബാക്കിയുള്ള പുരാണങ്ങളൊക്കെ എഴുതിയിട്ടും മഹാഭാരതം ഉൾപ്പെടെയുള്ള ഇതിഹാസ കാവ്യങ്ങൾ എഴുതിയിട്ടും വ്യാസമഹർഷിക്ക് തോന്നിയിത്ര എന്തോ ഒരു കുറവുണ്ട്. പൂർണ്ണമായിട്ടുള്ള ഒരു ആത്മസംതൃപ്തി അദ്ദേഹത്തിന് അനുഭവിക്കാൻ സാധിച്ചില്ല എന്നാണ്. വിഷണ്ണനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നാരദ മഹർഷി കടന്നു വരുന്നു. അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് മഹർഷി അങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ വ്യാസമഹർഷി നാരദ മഹർഷിയോട് പറയുന്നുണ്ട്, ഞാൻ ഇത്രയധികം രചനയൊക്കെ നടത്തിയെങ്കിലും എവിടെയോ ഒരു കുറവുള്ളതുപോലെ എനിക്ക് പൂർണ്ണമായിട്ടൊരു സംതൃപ്തി കിട്ടുന്നില്ല മഹർഷി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ സമയത്താണ് നാരദ മഹർഷി ശ്രീ വേദവ്യാസ മഹർഷിയോട് പറയുന്നത്, അങ്ങയുടെ രചനാപാഠം ഉപയോഗിച്ചുകൊണ്ട് ഭക്തിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥം എഴുതും. അതിന് ലക്ഷണം ഭക്തിയാവണം. അതെവിടെ നോക്കിയാലും ഭക്തിയുടെ സമ്പുഷ്ടിയാവണം അതിലുണ്ടാവേണ്ടത്. അങ്ങനെ ഒരു ഗ്രന്ഥം അങ്ങൊന്ന് എഴുതി തരൂ എന്ന് പറയുമ്പോഴാണത്രേ വ്യാസന്റെ തൂലികയിൽ നിന്ന് ശ്രീമദ് ഭാഗവതം എന്ന് വിളിക്കപ്പെടുന്ന, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഭഗവാൻ തന്നെയായിട്ടുള്ള ആ ഭാഗവതത്തിൻ്റെ പിറവി അങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ മുഴുവൻ പുരാണങ്ങൾ എഴുതിയിട്ടും സംതൃപ്തി കിട്ടാത്ത വ്യാസന് പോലും സാക്ഷാത്കാരം നേടിക്കൊടുത്തത് ശ്രീമദ് ഭാഗവതമാണ് എന്നാണ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തിൽ പറയുന്നത്. അത്രയധികം വൈശിഷ്ട്യമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. ഏതാണ്ട് 14,000-നടുത്ത് ശ്ലോകങ്ങളും 330-ലധികം അധ്യായങ്ങളും 12 സ്കന്ധങ്ങളും അടങ്ങുന്ന ഈ മഹത്തായിട്ടുള്ള ഗ്രന്ഥം ഭാരതത്തിൻ്റെ ഈ സാംസ്കാരിക പൈതൃകത്തിൽ ഏറ്റവും ഔന്നത്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആധ്യാത്മിക ഗ്രന്ഥമാണ്. ശ്രീമദ് ഭാഗവതത്തെ ഉപാസിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും എന്ത് ലഭിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് 3 ഗുണങ്ങൾ ഉണ്ടാവുന്നതാണ്. 1 ഭക്തി, 2 ജ്ഞാനം, 3 വൈരാഗ്യം. ആദ്യം ഭക്തിയാണ് ഉണ്ടാവുക. ആ ഭക്തി എങ്ങനെയുള്ള ഭക്തി ആയിരിക്കും? അറിവിൻ്റെ മുകളിലുള്ള ഭക്തി ആയിരിക്കും, അജ്ഞാനത്തിൻ്റെ മുകളിലുള്ള ഭക്തിയല്ല. അതുകൊണ്ട് ഭക്തിയിൽ നിന്ന് ജ്ഞാനം ഉണ്ടാവും. ആ ജ്ഞാനത്തിൽ നിന്ന് വൈരാഗ്യം, ഡിറ്റാച്ച്മെൻറ്റ്, ഒന്നും തന്നെ എനിക്ക് ആവശ്യമില്ല, എനിക്ക് എൻ്റെ ഭഗവാനുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവും. ഇത് 3 തരാൻ ഏറ്റവും അധികം സാധിക്കുന്ന ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം എന്നാണ്. അത് നമുക്ക് തന്നത് സാക്ഷാൽ വേദവ്യാസ മഹർഷിയാണെന്ന് ഒരിക്കൽ കൂടി നന്ദിയോടുകൂടി സ്മരിക്കുന്നു. ആ ഭാഗവതത്തെ അഭിമന്യുവിൻ്റെ പുത്രനായിട്ടുള്ള പരീക്ഷത്തിന് വ്യാസന്റെ പുത്രനായിട്ടുള്ള ശ്രീശുകൻ ഉപദേശിക്കുന്നതായിട്ടാണ് പുരാണത്തിൽ പറയുന്നത്. മുനികുമാരന്റെ ശാപം കിട്ടിയ പരീക്ഷിത്ത് രാജാവ്
എല്ലാം തന്നെ വിട്ടിറങ്ങി ആത്മാന്വേഷണത്തിനായിട്ട് ഗംഗാതീരത്ത് വന്നിരുന്ന സമയത്ത് ബ്രഹ്മവിത്തായിട്ടുള്ള വ്യാസപുത്രനായിട്ടുള്ള ശ്രീശുകൻ അവിടേക്ക് എഴുന്നള്ളുകയും 7 ദിനരാത്രങ്ങൾ കൊണ്ട് ഭാഗവത കഥ സാക്ഷാൽ പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്നാണ്. അവിടെ സൂതൻ എന്ന് വിളിക്കപ്പെടുന്ന പുരാണങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരാളും ഉണ്ടായിരുന്നു. അദ്ദേഹം അത് പരീക്ഷിത്ത് മഹാരാജാവ് കേൾക്കുന്നതിൻ്റെ കൂടെ കേട്ടു എന്നും ഈ സൂതൻ നൈമിഷാരണ്യത്തിൽ വന്ന് ശൗനകന്മാരോട് ഈ പറഞ്ഞ കഥ പറഞ്ഞു കൊടുത്തു എന്നുമാണ് പുരാണത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത്. അങ്ങനെ സൂതശൗനക സംവാദ രൂപത്തിലും പരീക്ഷിത്തും ശ്രീശുക ബ്രഹ്മർഷിയും തമ്മിലുള്ള സംവാദ രൂപത്തിലുമാണ് ഭാഗവതത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഒരു കടലാണ്. 12 സ്കന്ധാണ് അതിനകത്തുള്ളത്. അതിൽ 10ാമത്തെ സ്കന്ധത്തിൽ, ദശമസ്കന്ധത്തിലാണ് പൂർണ്ണ പുണ്യാവതാരമായിട്ടുള്ള കൃഷ്ണാവതാര ലീലകൾ പറഞ്ഞു വയ്ക്കുന്നത്. എത്ര കേട്ടാലും മതിയാവാത്ത കൃഷ്ണകഥകളുടെ ഒരു ഭണ്ഡാകാരമാണ് ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധം. ആ ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റെല്ലാ ചിന്തകളും നമ്മുടെ മനസ്സിൽ നിന്ന് മാറി ഭഗവാനിലേക്ക് മാത്രം നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കുന്നു. കഴിഞ്ഞില്ല, ഏറ്റവും അധികം അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഔന്നിത്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഉദ്ധവഗീത ഉൾപ്പെടുന്ന ഏകാദശ സ്കന്ധവും ഇതേ ശ്രീമദ് ഭാഗവത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരേ സമയം ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഇതെല്ലാം തന്നെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഈ മഹത് ഗ്രന്ഥത്തെ നമുക്ക് തന്ന ആ വേദവ്യാസ മഹർഷിയെ നമുക്ക് സാഷ്ടാംഗം നമസ്കരിക്കാം. കേരളത്തിൻ്റെ പാരമ്പര്യത്തിൽ കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാൻ തൊട്ട് വള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട് വരെയുള്ള ഭാഗവതത്തിന് വേണ്ടി ഈ ജീവിതം തന്നെ മാറ്റിവെച്ചിട്ടുള്ള മഹാത്മാക്കളുണ്ട്. അവരെ ഓരോരുത്തരെയും നമുക്ക് നമസ്കരിക്കാം. ഒപ്പം തന്നെ ശ്രീമദ് ഭാഗവതത്തെ മലയാളികൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ സാധാരണ മലയാളത്തിൽ എഴുതി തന്നിട്ടുള്ള കിളിപ്പാട്ട് രൂപത്തിൽ ശ്രീമദ് ഭാഗവതത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ള സാക്ഷാൽ തുഞ്ചത്ത് ആചാര്യൻ്റെയും പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. അങ്ങനെ സത്യം പരം ധീമഹി എന്ന് ഉദ്ഘോഷിക്കുന്ന ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം എല്ലാ ജനങ്ങളിലേക്കും എത്താൻ ഈ കലികാലത്ത് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേദവ്യാസ മഹർഷിയെയും ശ്രീമദ് ഭാഗവത്തെയും ഒരിക്കൽ കൂടി നമസ്കരിച്ചുകൊണ്ട് മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.